ഹലോ ഗേസ്, വെൽക്കം ടു ഐഷ ജയ്സൽ യൂട്യൂബ് ചാനൽ. ഗേസ്, ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോവാണ്. ഒരു ചെറിയ വലിയ ഔട്ടിങ് എന്ന് പറയാം. നമ്മളൊരു മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയാത്തുംപാറ, നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ കരിയാത്തുംപാറ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കേഷനിൽ അങ്ങോട്ടൊരു 106 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് നമ്മൾ റോഡിൽ പ്രതീക്ഷിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ ലൊക്കേഷൻ കരിയാത്തുംപാറ, കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി റോഡ്, അങ്ങനെയാണ് നമ്മൾ കരിയാത്തുംപാറ ലൊക്കേഷനിലേക്ക് പോകുന്നത്. ശരിക്കും വെരി ഹാപ്പി. എല്ലാവരും കൂടെയുള്ള യാത്ര വെരി ഹാപ്പി. ആമിക്കുട്ടി എന്തെങ്കിലും ഡല്ലായിട്ട് ഇരിക്കണ ചെറിക്ക. അമ്മ ബേബി ഇറങ്ങിയോ? പഴുത്ത മാങ്ങനേക്കാളും ഇഷ്ടം. ഗൈസ്, അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1.5 ഹവറും കൂടെ നമുക്ക് കരിയാത്തുംപാറയിലേക്ക് ഉണ്ട്. ഒരു 48 കിലോമീറ്ററും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ചായക്കട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചായക്കട റോഡിൻ്റെ 2 സൈഡിൽ നോക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചായക്കട, നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷനിലേക്ക് കരിയാത്തുംപാറയിലേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ഇതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ഗേസ്, നമ്മളങ്ങനെ ചായ കുടിച്ച് ഇറങ്ങി നേരെ കരിയാത്തുംപാറ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഒരു 1/2 ഹവറും കൂടെ ഉണ്ട് ലൊക്കേഷനിൽ എത്താൻ. അങ്ങനെ കരിയാത്തുംപാറ വ്യൂ പോയിന്റിൽ ഇതാ എത്തി. ഗേസ്, ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ലൊക്കേഷനിലേക്ക് വരുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 13 റുപ്പീസാണ് ഇവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ നേരെ
ഇവരെ വ്യൂ പോയിന്റിലേക്ക് ഉള്ളിലേക്ക് കയറി. നമ്മളിവിടെ എത്തിയപ്പോൾ ഈവനിങ് ഒരു 5:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരത്തൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. കുട്ടികളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കളിക്കാനും നല്ലൊരു പ്ലേ ഏരിയ തന്നെയാണ് ഇവിടെ. നല്ല വ്യൂ ആണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. ഈ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ഒരു മന്താണ് ഈ ഒരു പ്ലേസിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ നല്ലൊരു ടൈം. പ്രകൃതിരമണീയമായ ഒരു സുന്ദരമായ ഗ്രാമം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമമാണ്. അവരൊരു വൈക്ക് പോകുമ്പോൾ കയറ് വേണമെന്ന്, കയറെടുത്ത് വേണം, കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഈ പ്ലേസ്. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോ വ്ളോഗ്സുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ ഗേസ്.